Fluorescence in the material depends on many factors, one of which is a structure. Like a few aliphatic, alicyclic carbonyl and highly conjugated double bond structures exhibit fluorescence. Mainly aromatic groups with low energy pi to pi star transitions exhibit intense fluorescence. അതായത് pi to pi star transition അത് low energy, അതായത് ആ എനർജി ഡിഫറൻസ് വളരെ ഹൈ ആണെങ്കിൽ പ്രോബിലിറ്റി കുറവായിരിക്കും. പക്ഷേ ലോ എനർജി pi to pi star transitions ഉള്ള ആരോമാറ്റിക് ഗ്രൂപ്പ്, അരോമാറ്റിക് കോമ്പൗണ്ട്സിൽ ഫ്ലോറസൻസ് കണ്ടുവരുന്നു. ഫ്യൂ അലിഫാറ്റിക് അലിസൈക്ലിക് കോമ്പൗണ്ട്സും കാണിക്കുന്നുണ്ട്. പിന്നെ ഈ അൺസബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹൈഡ്രോ കാർബൺസ് ഉള്ള അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഉള്ള അവരും ഫ്ലോറസൻസ് ഒക്കെ കാണിക്കാറുണ്ട്. ബെൻസീൻ്റെ ഒക്കെ ഫ്ലോറസൻസ് 10 ആണ്, ടൊളുവീൻ്റെ പക്ഷേ 17 ആണ്. പ്രൊപ്പൈൽ ബെൻസീൻ 17, അതായത് കമ്പാരിറ്റീവ് ബെൻസീനെക്കാട്ടും ടൊളുവീനൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുതലാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഹാലജൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ട്സ്, അതായത് ഹാലജന്റെ influence of halogen substitute compounds decreases fluorescence as the molar ratio of halogen increases. Fluorine, carbon, bromine, fluorine, chlorine, bromine ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ മാറി മാറി വരുമ്പോൾ ബ്രോമിൻ ഒക്കെ വരുമ്പോഴത്തേക്കും കൂടുതലല്ലേ, മോളാർ മാസ് കൂടുതലല്ലേ, അപ്പൊ ഇന്റൻസിറ്റി ഫ്ലോറസൻസ് ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നുണ്ട്, 10.7-5 വരും. അതായത് ഫ്ലോറോബെൻസീനും ക്ലോറോബെൻസീനും ബ്രോമോബെൻസീനും ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദേശോ ഇതുണ്ടാവും അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. പക്ഷെ ആ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗ്രൂപ്പിന്റെ മോളാർ മാസ് കൂടുമ്പോഴത്തേക്കും ഫ്ലോറസൻസിന്റെ ഇന്റൻസിറ്റി കുറയും. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിൽ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓൾസോ ഓൺ ദ റിജിഡിറ്റി, അതായത് കുറച്ചുകൂടെ റിജിഡ് സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ ഫ്ലോറസൻസ് ക്വാണ്ടം എഫിഷ്യൻസി, അതായത് ആ എഫിഷ്യൻസി ഫ്ലോറസൻസ് കൂടുതലായിരിക്കും. ഇതുണ്ടോ, ഇത് ഈ ഒരു ഇതുപോലെ സ്ട്രക്ചറിന് കമ്പാരിറ്റീവ്ലി ബൈഫിനെക്കാട്ടിലും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ റിജിഡ് സ്ട്രക്ചറിന് ഫ്ലോറസൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ആൻഡ് സോൾവെന്റ്, quantum efficiency of fluorescence decreases with the increasing temperature, because as the temperature increases, frequency of pollution increases and increases the probability of deactivation by external conversion. ആ കൊളീഷൻ വഴി ക്വെഞ്ച് ചെയ്ത് പോകാനുള്ള ആ ഒരു സാധ്യത കൂടുതലായതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫ്ലോറസൻസ് കുറയാനാണ് എപ്പോഴും ആ ഒരു സാധ്യത എപ്പോഴാണ് അങ്ങനെയാണ്. അതുപോലെ സോൾവെന്റ് മാറ്റുമ്പോഴത്തേക്കും ഫ്ലോറസൻസ് ഓഫ് മോളിക്യൂൾ ഡിക്രീസസ് വെൻ സോൾവെന്റ് കണ്ടെയ്ൻസ് ഹെവി ആറ്റംസ് സച്ച് ആസ് കാർബൺ ടെട്രാബ്രോമൈഡ് ആൻഡ് ഈഥൈൽ ഹൈഡ്രേറ്റ്. അപ്പോൾ സോൾവെന്റ്സിൽ കുറച്ച് ഹെവി ആറ്റംസ് ഉണ്ടെമ്പോഴത്തേക്കും ഫ്ലോറസൻസ് കുറയും. അതായത് നമ്മുടെ സൊല്യൂട്ടിന്റെ ആയിരിക്കും ഫ്ലോറസൻസ് കണ്ടുപിടിക്കുന്നത്, പക്ഷെ അത് കലക്കി വെച്ചിരിക്കുന്ന സോൾവെന്റിൽ ഹെവി എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഫ്ലോറസൻസ് കുറഞ്ഞു പോകാം. ഓൾസോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ pH. pH എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ സൊല്യൂഷന്റെ pH മാറുന്നതനുസരിച്ച് ഫ്ലോറസൻസിൽ നല്ല വ്യത്യാസം വരാം. ഫ്ലോറസൻസ് ഓഫ് aromatic compound with basic or acidic substituent rings are usually pH dependent. അപ്പം ഇങ്ങനെ ആ സബ്സ്റ്റിറ്റ്യൂന്റ് റിങ്സ് NH ഇതുണ്ട്, NH2, ഇവിടെ NH3 ഒക്കെ അറ്റാച്ച്മെന്റ് ഉള്ളതില്ലേ, അതൊക്കെ pH ഡിപ്പെൻഡന്റ് ആയിരിക്കും. സോ അതിന്റെ ഇപ്പം ഓക്കെ, ഈ ഇതൊരു എക്സാമ്പിൾ നോക്കിയാൽ ഇതുണ്ട്, ഈ ഒരു നാഫ്തോൾ 4-സൾഫ്യൂരിക് ആസിഡ്, ഈ ഒരു കോമ്പൗണ്ട് അഡീഷൻ ഓഫ് ബേസ്, ഒരു ബേസിക് കോമ്പൗണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഫ്ലൂറസൻസ് ഇന്റൻസിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട്. ബിക്കോസ് ഇത് ഈ ഒരു കോമ്പൗണ്ട് നോർമലി നമുക്ക് വിസിബിൾ ആയി വെച്ച് ഇതിന്റെ എമിഷൻ കാണത്തില്ല, പക്ഷെ അതിനകത്തൊരു ബേസ് കോമ്പൗണ്ട് ആഡ് ചെയ്യുക, അഡീഷൻ ഓഫ് ബേസ് കോമ്പൗണ്ട് വരുമ്പോഴത്തേക്കും ഈ ഫ്ലൂറസൻസ് എമിഷന്റെ ആ ഒരു പീക്ക് വേവിൽ നിന്നുള്ള അത് ഷിഫ്റ്റ് ചെയ്ത് വിസിബിൾ റീജിയനിലോട്ടാവും. നമുക്ക് ശരിക്കും നേക്കഡായി കൊണ്ട് കാണാൻ പറ്റും അതിന്റെ എമിഷൻ. നോ ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഫ്ലൂറസൻസ് ഇന്റൻസിറ്റി. അപ്പോൾ ഇതിന്റെ ഈ ഫ്ലൂറസൻസിന്റെ പവർ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റേഡിയൻ പവർ ഓഫ് എക്സൈറ്റേഷൻ. ശരിക്കും ഈ ഫ്ലൂറസൻസ് എമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ എക്സൈറ്റേഷൻ വേവ് ലെങ്തിൽ ഉള്ള പവർ കൊടുക്കും. അതായത് നമ്മൾ കുറച്ച് ലൈറ്റ് കൊടുത്താൽ മാത്രമേ ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് അപ്പർ സ്റ്റേറ്റിലോട്ട് പോകത്തുള്ളല്ലോ. അപ്പൊ അപ്പർ സ്റ്റേറ്റിൽ നിന്ന് പിന്നെ പലതരം റിലാക്സേഷനിൽ നിന്ന് റേഡിയേറ്റീവ് റിലാക്സേഷൻ നടത്തി കഴിയുമ്പോഴാണ് നമുക്ക് എമിഷൻ കിട്ടുന്നത്. അപ്പൊ ആദ്യത്തെ ജോലി ഇതിനെ എക്സൈറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ ആ എക്സൈറ്റ് ചെയ്യിക്കുന്നതിന്റെ ബീമാണ് എക്സൈറ്റേഷൻ ബീം. ഓക്കെ, അപ്പം ആ എക്സൈറ്റ് ചെയ്യിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിന്റെ സ്പെക്ട്രം കണ്ടുപിടിക്കില്ല. അത് തന്നെയാണ് ആ എമിഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ. അറ്റ് എ ഫിക്സഡ് എക്സൈറ്റേഷൻ വേവ് ലെങ്ത് വി ഹാവ് എൻ എമിഷൻ സ്പെക്ട്രം. അപ്പൊ ആ എക്സൈറ്റേഷൻ ബീമിന്റെ പവർ അനുസരിച്ച്
അത് കൂടുതൽ പവർ ഉള്ളതാണെങ്കിൽ നമുക്ക് കൂടുതൽ എമിഷൻ കിട്ടും. അതായത് പവർ കൂടുതലാണ്, ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ കൂടുതൽ മോളിക്യൂൾസ് എക്സൈറ്റഡ് ആവും, അങ്ങനെ കൂടുതൽ എമിഷൻ വരും. അപ്പം യൂഷ്വലി ഇതിന്റെ ഫ്ലോറസൻസ് ഇന്റൻസിറ്റിയുടെ പവറിന്റെ റിലേഷൻ F is equal to 5F K'' P0 മൈനസ് P. അതായത് എഫ് എന്ന് പറയുന്നത് പവർ ഓഫ് ഫ്ലോറസൻസ് എമിഷൻ. നമുക്ക് ആ ഫ്ലോറസൻസ് എമിഷന്റെ പവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5F. 5F എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടം എഫിഷ്യൻസി. ആ മെറ്റീരിയലിന്റെ ക്വാണ്ടം എഫിഷ്യൻസി, കൂടുതൽ ഫ്ലോറസൻസ് കാണിക്കുന്ന മെറ്റീരിയലാണ്, ആ ഒരു ഫാക്ടറിനെയാണ് ക്വാണ്ടം എഫിഷ്യൻസി നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഇൻ ദാറ്റ് ഇൻറ്റു K''. അതൊരു കോൺസ്റ്റന്റ് ആണ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ദി ജോമെട്രി ആൻഡ് അതർ ഫാക്ടേഴ്സ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ്, ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ജോമെട്രി ആൻഡ് മെനി അതർ ഫാക്ടേഴ്സ്. P0 മൈനസ് പി എന്ന് ഉദ്ദേശിക്കുന്നത് P0 എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത എക്സൈറ്റേഷൻ ബീം, പി എന്ന് പറഞ്ഞാൽ പവർ ആഫ്റ്റർ ട്രാവേഴ്സിങ് ലെങ്ത്, അതായത് ആ സൊല്യൂഷനിൽ കൂടെ കടന്നു കഴിഞ്ഞിട്ട് മിച്ചമുള്ള പവർ, അത് ഒരു ആ മീഡിയത്തിൽ കൂടെ കടന്നു കഴിഞ്ഞിട്ടുള്ള പവർ, അതായത് ആഫ്റ്റർ ട്രാവേഴ്സിങ് എ ലെങ്ത് ഓഫ് ബി എന്ന് പറയുന്ന ആ ഒരു പവറാണ് പി. അപ്പൊ P0 മൈനസ് പി F is equal to 5F into K'' into P0 മൈനസ് പി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പവറിനെ ഒരു ഇക്വേഷൻ വഴി കാണിക്കുന്നത്. ഈ പവർ, ഫ്ലോറസൻസ് എമിഷന്റെ പവർ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കോൺസെൻട്രേഷൻ ബൈ എപ്സിലോൺ BC. അതായത് ബി ലെങ്ത് ഉള്ള ആ ബി എന്ന് പറയുമ്പോഴത്തേക്ക് ആ സൊല്യൂട്ടിന്റെ ലെങ്ത്, അതായത് പാത്ത് ലെങ്ത് എന്ന് വേണമെങ്കിൽ പറയാം. സി കോൺസെൻട്രേഷൻ, എപ്സിലോൺ കോൺസ്റ്റന്റ് ആണ്. എപ്സിലോൺ ഇറ്റ് ഈസ് ദ മോളാർ അബ്സോർബിവിറ്റി ഓഫ് ദി മോളിക്യൂൾ. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മുടെ ഫൈനൽ പവർ പി എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പവർ ഇൻറ്റു 10⁻⁻⁻ എപ്സിലോൺ BC ആണ്. ഫൈനൽ പവർ 10⁻⁻, അതായത് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇതിന്റെ അബ്സോർപ്ഷൻ വരുന്നത്. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് മിച്ചമുള്ളതാണ് റിസൾട്ടന്റ് ആയിട്ട് പി വരുന്നത്. ഈ പിയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ട ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. സോ ദാറ്റ് ബിക്കംസ് K' P0 into P0 മൈനസ് P0 × 10⁻⁻. അപ്പൊ അതിന് P0 കോമൺ എടുത്തതേ ഉള്ളൂ. So this is the intensity of fluorescence. അപ്പം ഇതിന്റെ ഈ ഒരു അപ്രോക്സിമേഷൻ വഴി എന്ന് പറഞ്ഞാൽ 1 - 10⁻⁻⁻ എപ്സിലോൺ ബി നമുക്ക് വേണമെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്ത് 2.303 എപ്സിലോൺ BC എന്ന് എഴുതാം. സോ ഫ്ലോറസൻസ് ഈസ് ഈക്വൽ ടു K' P0 2.303 എപ്സിലോൺ BC. Okay. Now, if C becomes so great that the absorbance is greater than 0.05, higher terms start to become taken into account and linearity is low. ഈ ഒരു അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് നോർമലി ലോവർ കോൺസെൻട്രേഷനിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഹയർ കോൺസെൻട്രേഷൻ വരുമ്പോഴത്തേക്ക് ഈ അപ്രോക്സിമേഷൻ ഇവിടെ നിന്നാണ്, മക്ലൗറിൻ സീരീസ് നിന്നാണ് വരുന്നത്, അത് അപ്ലിക്കബിൾ ആകത്തില്ല. സോ എഫ് then lies below the extrapolation of the straight line plot. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഹയർ ടേംസ് കയറി വരും. This excess absorption is primary absorption. അപ്പം another cause of the negative downfall of linearity, അതായത് ഇങ്ങനെ ഈ ഇക്വേഷൻ ചേരാതെ വരുന്നത് സെക്കൻഡറി അബ്സോർപ്ഷൻ കൊണ്ടും ആകാം. ഈ എമിറ്റ് ചെയ്ത് വരുന്നതിനെ വീണ്ടും അബ്സോർബ് ചെയ്ത് കൊണ്ടും ആകാം. സോ ദിസ് ഈസ് PL പവർ. നെക്സ്റ്റ് ഈസ് ഫ്ലോറസൻസ് ലൈഫ് ടൈം. So fluorescence lifetime is the average length of time a molecule spent in its excited state. So this depends on the type of molecule and its local environment. നമുക്കറിയാം നോർമൽ ഒരു ലൂമിനസെൻസിന്റെ അകത്ത് ഫ്ലോറസൻസിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ലൈഫ് ടൈം ഉള്ളതാണ് ഫോസ്ഫോറസൻസ്. അപ്പൊ എന്താണെങ്കിലും അതിന്റെ ആ മോളിക്യൂളിനെയും അതിന്റെ ടൈപ്പ് ഓഫ് ട്രാൻസിഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിന്റെ ടൈം, ആ ലൈഫ് ടൈം. So typically the excited state decays in an exponential manner. എപ്പോഴും ഈ ഡീക്കേ വരുന്നത് എക്സ്പോണൻഷ്യൽ മാനറിലായിരിക്കും. As it is indicated by the equation, that is intensity at a time t is equal to initial intensity into exponential minus t by tau, where tau is the lifetime. Now the use of fluorescence lifetime has many advantages over the intensity measurement, that it is an absolute measurement. ഇപ്പൊ നമ്മുടെ ഇന്റൻസിറ്റിയെ, നമ്മുടെ ഒരു എമിഷൻ സ്പെക്ട് ചെയ്ത ഇന്റൻസിറ്റി വെച്ചുകൊണ്ട് കാൽക്കുലേഷൻ നടത്തുന്ന ഫർദർ അനാലിസിസിനെക്കാളും കുറച്ചുകൂടി അക്യുറേറ്റ് ആയിരിക്കും നമ്മൾ ലൈഫ് ടൈം വെച്ച് ചെയ്യുന്നത്. സോ ബിക്കോസ് that intensity is something relative. നമ്മൾ ഇപ്പൊ എക്സൈറ്റേഷൻ ഇന്റൻസിറ്റി കൂടുതൽ കൊടുത്താൽ കൂടുതൽ എമിഷൻ ഇന്റൻസിറ്റി കിട്ടും. അപ്പൊ അത് എപ്പോഴും റിലേറ്റീവ് ആണ്. പക്ഷെ ഈ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ സംതിങ് അബ്സല്യൂട്ട്. ഓക്കെ,
So lifetime, it is nothing but the fluorescence lifetime or the time for the intensity to decay to 1 by E of its initial value. So if there are more than one excited state, and then the decay or the lifetime measurement will be much more complex. അപ്പോൾ ഒരുപാട് excited state ഉണ്ട്, അതിൻ്റെ അകത്തുനിന്ന് നല്ല emission ഉണ്ട്, അതൊക്കെ പല lifetime ന്റെ ഒരു കോംപ്ലക്സ് സം ആയിട്ട് വരും നമ്മുടെ ടോട്ടൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ദിസ് ക്യാൻ റെപ്രസെന്റ് ബൈ എ സം ഓഫ് എക്സ്പോണൻഷ്യൽ വേർ this alpha is the indicator of the relative concentration of each decays to the observed overall decay. I of t is equal to summation of some constant alpha I. That alpha is a pre-exponential factor into exponential minus t by tau I. Oro toiku oro decay oro excited state in lifetime in corresponding to ഒരു alpha ഉണ്ട്. അതിന് എല്ലാത്തിനും കൂടെ സം ചെയ്യുന്നതാണ് നമ്മുടെ ടോട്ടൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതിനെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ ഇതിന്റെ ഒരു ആവറേജിലായിരിക്കും നമ്മുടെ ടോട്ടൽ ഫൈനൽ ലൈഫ് ടൈം എന്ന് പറയുന്നത്. നിങ്ങളുടെ സിലബസില് ഫ്ലോറസൻസ് സ്പെക്ട്രോഫ്ലോറോമീറ്ററിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. എന്നാലും ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്ററിനെ പോലെ തന്നെ ബേസിക് കമ്പോണൻസ് ഒക്കെ അത് തന്നെയാണ്. ജസ്റ്റ് നമുക്ക് റെഫറൻസ് ബീം ചിലപ്പോൾ, അതായത് റെഫറൻസ് ബീം ചിലപ്പോൾ കാണത്തിരുന്നേ ഉള്ളൂ, എന്നാൽ റെഫറൻസ് ബീം ഉള്ള സ്പെക്ട്രോഫ്ലോറോമീറ്റേഴ്സും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ആദ്യമേ നമുക്ക് നോക്കാം സോഴ്സ് ഉണ്ട്. സോഴ്സ് ഇതിന്റെ എക്സൈറ്റേഷൻ ഫിൽട്ടറിൽ മോണോക്രോമാറ്റിക് കൂടെ പോകുന്നു. അപ്പൊ നമ്മൾ എക്സാമ്പിളിനെ എക്സൈറ്റ് ചെയ്യിക്കേണ്ട സോഴ്സ് ആണിത്. അപ്പൊ ആ എക്സൈറ്റേഷൻ വേവ് ലെങ്ത്, ആ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വരുന്ന സോഴ്സ് ഇവിടെ കൊടുക്കും. ആൻഡ് ദാറ്റ് ഈസ് പാസ് ത്രൂ എ മോണോക്രോമാറ്റിക് ഫിൽറ്റർ. അപ്പം ദാറ്റ് എക്സൈറ്റേഷൻ വേവ് ലെങ്ത് ഈസ് മെയ്ഡ് ടു ഫോളോ ഓൺ എ sample, and this molecule becomes excited and goes to the higher energy or excited state. അവിടുന്ന് റിലാക്സേഷൻ നമ്മൾ കണ്ടായിരുന്നു, പലതരം റിലാക്സേഷൻ പ്രോസസ് ചെയ്യുന്നു വരും. അതിൻ്റെ അകത്ത് റേഡിയേറ്റീവ് റിലാക്സേഷൻ വരുമ്പോഴത്തേക്കും ദാറ്റ് ലൈറ്റ് ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ ദ നെക്സ്റ്റ് ഫിൽറ്റർ ഓർ എമിഷൻ ഫിൽറ്റർ. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ അകത്ത് എമിഷൻ എല്ലാ സൈഡിലോട്ടും ഉണ്ട്. അതിൻ്റെ അപ്പം ഒന്നാമത് വീക്ക് ഇൻറ്റൻസ് എമിഷൻ ആയിരിക്കും, ലൈറ്റിന് അത്ര ഇന്റൻസിറ്റി ഒന്നും കാണത്തില്ല. അപ്പം 4 വാർഡും പോകുന്ന ആ ലൈറ്റിനെ നമ്മൾ പിന്നെ ഈ ഫിൽറ്റർ കൂടെ കടത്തിവിട്ട് അതിൻ്റെ അകത്ത് ഫോട്ടോ മൾട്ടിപ്ലയർ ഡിറ്റക്ടർ ഉപയോഗിച്ച് അത് ഡിറ്റക്ട് ചെയ്യും, എന്നിട്ട് അത് റീഡ് ഔട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ സോഴ്സുമായിട്ട് ഇതിനെ ഒന്ന് റെഫറൻസ് ചെയ്തിട്ട്, അപ്പൊ നമ്മുടെ സോഴ്സിലെ എന്തെങ്കിലും ലൈറ്റ് ഇതിൻ്റെ അകത്തൂടെ വീണ്ടും വരുന്നുണ്ടോ എന്ന് നോക്കി അപ്പൊ അതിനെ ഒന്ന് ഡിഫറൻസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ആ സോഴ്സിലെ ലൈറ്റുമായിട്ടുള്ള, അതായത് നമ്മൾ എങ്ങാനും ഈ സോഴ്സിലെ ലൈറ്റ് ഈ വസ്തുവിടെ എങ്ങാനും വന്ന് ഈ എമിഷൻ വരുന്ന ആ ലൈറ്റിന്റെ കൂടെ ഇങ്ങനെ വന്നാൽ നമ്മൾ അതിന് ഡിറ്റക്ട് ചെയ്ത് പോകത്തില്ല. അപ്പൊ അതിനെ കട്ട് ഔട്ട് ചെയ്ത് ഡിഫറൻസ് എടുത്ത് കളയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ റെഫറൻസ് ഫോട്ടോ മൾട്ടിപ്ലയർ വെച്ചിരിക്കുന്നത്. ദിസ് ഈസ് എ സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം ഫോർ എ സ്പെക്ട്രോഫോറോമീറ്റർ. ബാക്കി നിങ്ങളുടെ ഈ ഫിൽറ്റേഴ്സ്, സോഴ്സസ്, ഇതെല്ലാം നമ്മുടെ അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ ഉണ്ട്, അതിൻ്റെ അകത്ത് അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ ഈ ഫോട്ടോലുമിനസൻസ് മെത്തേഡിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ normally these fluorescence and phosphorescence methods are applicable to lower concentration ranges and are almost most sensitive analytical techniques. Concentration കുറവുള്ള സാമ്പിൾസിൽ നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഇതിന്റെ എമിഷൻ പീക്ക് ഒക്കെ കണ്ടുപിടിക്കാം. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുമല്ലോ, ഇതിന്റെ എമിഷൻ ഏതെങ്കിലും കണ്ടുപിടിക്കും. ഇതിന്റെ enhanced sensitivity arises from the fact that concentration related parameter for fluorometry and phosimetry can be measured independent of the power of source. അപ്പൊ ഇതിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പം ശരിക്കും പവറിന്റെ ഇൻപുട്ട് പവറിന്റെ ആ ഒരു ഫാക്ടറിനെ വേണമെങ്കിൽ കണക്കാക്കാതെ തന്നെ നമുക്ക് ഇതിന്റെ കോൺസെൻട്രേഷൻ റിലേറ്റഡ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. Now the sensitivity can be improved by increasing the input power or by amplifying the fluorescence signal. അപ്പൊ ഈ ഒരു മെത്തേഡിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ട് ഒരു മെത്തേഡ് ഈ എക്സൈറ്റേഷൻ വേവ് ലെങ്തിന്റെ ഇന്റൻസിറ്റി കൂട്ടാം, അതായത് നമ്മൾ കൊടുക്കുന്ന സോഴ്സിന്റെ ഇന്റൻസിറ്റി കൂട്ടാം, അല്ലെങ്കിൽ നമ്മൾ എമിഷൻ വരുന്ന ആ ഒരു ലോ ഇന്റൻസ് എമിഷൻ ഉണ്ടല്ലോ അതൊന്ന് ആംപ്ലിഫൈ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ഇതിന്റെ ഈ മെത്തേഡ് ആക്ച്വലി പ്രിസിഷൻ ആൻഡ് അക്യുറസി ഇച്ചിരി പൂറാണ്. അപ്പം കമ്പാരിറ്റീവ്ലി ബാക്കി മെത്തേഡ്സ് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കുറവാണ്. അതിന് ലെസ് പ്രിസൈസ് മെത്തേഡാണ് ഈ ഫോട്ടോലുമിനസൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഫോസ്ഫോമെട്രിക് മെത്തേഡ്, അതായത് ഫ്ലൂറസൻസിന്റെയാണ് ഇതുവരെ നമ്മൾ പറഞ്ഞു. ഇനി ഫോസ്ഫോറസൻസിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫോസ്ഫോറസൻസും ഫ്ലൂറസൻസും ആ മെത്തേഡ്സ് രണ്ടുപേരും ഏകദേശം കോംപ്ലിമെന്ററി ആയിട്ടെന്നാണ്.
പറയാം. അതായത് ഫ്ലൂറസൻസ് കുറവുള്ള കോമ്പൗണ്ട്സ് ഫോസ്ഫോറസൻസ് കൂടുതൽ കാണിക്കും. ഫോസ്ഫറൻസ് കുറവുള്ളത് ചിലപ്പം ഫ്ലൂറസൻസ് കാണിക്കും. എന്ന് വെച്ചാൽ എല്ലാ മെറ്റീരിയൽസും ഈ ലൂമിനസൻസ് കാണിക്കുന്ന ഒരു നിർബന്ധമില്ല. എന്നാൽ ലൂമിനസൻസ് കാണിക്കുന്നതിൻ്റെ അകത്ത് ഫോസ്ഫോറസൻസ് കുറവാണെങ്കിൽ ഫ്ലൂറസൻസ് കൂടുതലാവാം. അങ്ങനെ വൈസ് വേഴ്സ ആയിരിക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് ഹെവി എലമെന്റ്സിന്റെ ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹെവി എലമെന്റ്സ് എന്തെങ്കിലും ആബ്സെന്റ് ആണെങ്കിൽ ദേ ടെൻഡ് ടു എക്സിബിറ്റ് ഫ്ലൂറസൻസ് റാദർ ദാൻ ഫോസ്ഫോറസൻസ്. Now, phosphorometry has been used for determination of a variety of organic and biochemical species, including substances such as nucleic acid, amino acids, pyrene, pyridine. ഇതുപോലത്തെ ഈ ബയോകെമിക്കൽ സ്പീഷീസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഫോസ്ഫറൻസൻസ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. However, because of the need for low temperatures and the generally poorer precision of phosphorescence measurement, this method has not found as widespread. Normally, നമ്മൾ ഫ്ലൂറസൻസ് ആണ് കൂടുതൽ നോക്കാറ്. പക്ഷെ പൊട്ടൻഷ്യൽ ഗ്രേറ്റർ സെലക്ടിവിറ്റി ഓഫ് ഫോസ്ഫറസൻസ് പ്രൊസീജിയർ ഈസ് അട്രാക്റ്റീവ്. അതായത് ഫോസ്ഫറസൻസ് കാണിക്കുന്ന മെറ്റീരിയലിൽ അത് വളരെ നന്നായിട്ട് സെൻസിറ്റീവ് ആയിട്ട് കാണിക്കുകയും ചെയ്യും. ഇത് നല്ല മെത്തേഡാണ്, പക്ഷെ എല്ലാ മെറ്റീരിയൽസും കാണിക്കത്തില്ല. അതാണ് പുറ പ്രിസിഷനുമാണ്. ഇതിൻ്റെ നിങ്ങൾ ഒരു ചെറിയ ടോപ്പിക് ഉണ്ട്, ടോട്ടൽ ലൂമിനസൻസ് സ്പെക്ട്രം എന്ന് പറയുന്നത്. അത് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു അബ്സോർപ്ഷൻ വേവ് ലെങ്ത് അല്ലെ ഒരു അബ്സോർപ്ഷൻ ഇന്റൻസിറ്റി, ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്രം, ഒരു എക്സൈറ്റേഷൻ വേവ് ലെങ്ത് ഉള്ള പവർ കൊടുത്താൽ മാത്രമേ നമുക്ക് എമിഷൻ ഇന്റൻസിറ്റി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ എമിഷൻ സ്പെക്ട്രം കിട്ടത്തുള്ളൂ. കാരണം ഇത് എക്സൈറ്റ് ചെയ്യണമല്ലോ. സോ ഒരു പെർട്ടിക്കുലർ എക്സൈറ്റേഷൻ വേവ് ലെങ്തിലുള്ള എമിഷൻ സ്പെക്ട്രമാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. എന്നാൽ പല എക്സൈറ്റേഷൻ വേവ് ലെങ്തിനുള്ള സ്പെക്ട്രവും അതേ മോളിക്യൂളിൽ തന്നെ നമുക്ക് കാണാം. ഇത് ഒരുമിച്ച് കാണുന്നതാണ് ഈ ടോട്ടൽ ഫ്ലൂറസൻസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. നോക്കി ഈ ഡയഗ്രാം, ഈ ഏറ്റവും അവസാനത്തെ ഡയഗ്രാം കണ്ടോ, ഇത് ശരിക്കും ടോട്ടൽ ഫ്ലൂറസൻസ് സ്പെക്ട്രോസ്കോപ്പി കാണിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സൈറ്റേഷൻ സ്പെക്ട്രവും എമിഷൻ സ്പെക്ട്രവും ഒരുമിച്ച് കാണുന്ന, എക്സൈറ്റേഷൻ അറ്റ് ഡിഫറെന്റ് എക്സൈറ്റേഷൻ വേവ് ലെങ്സിൽ എമിഷൻ സ്പെക്ട്രം കാണുന്നതാണ്. 400 തൊട്ട് തുടങ്ങുവാണ്. അറ്റ് 400 നാനോമീറ്റർ വേവ് ലെങ്ത് വി ഫൈൻഡ് ദ എമിഷൻ സ്പെക്ട്രം. അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി അടുത്ത 410 കാണുക, അപ്പോഴും എക്സൈറ്റേഷൻ സ്പെക്ട്രം കാണുന്നു. അങ്ങനെ അങ്ങനെ ഓരോ 10 നാനോമീറ്റർ ഡിഫറൻസിൽ നോക്കിയേ അങ്ങ് 600 ഒക്കെ വരെ കാണുവാണ്. അപ്പം എക്സൈറ്റേഷൻ വേവ് ലെങ്ത് പലത്, ഓരോ എക്സൈറ്റേഷൻ വേവ് ലെങ്ത്തിലും ഉള്ള എമിഷൻ സ്പെക്ട്രം കണ്ട് ഇത് ഒരുമിച്ച് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ടോട്ടൽ ഫ്ലൂറസൻസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ നമ്മൾ ടോട്ടൽ ഫ്ലൂറസൻസ് ഈ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത ഫ്ലൂറസൻസ് സ്പെക്ട്രോമീറ്ററിൻ്റെ അകത്ത് നമ്മൾ ഒരു പർട്ടിക്കുലർ എക്സൈറ്റേഷൻ വേവ് ലെങ്ത് കൊടുക്കും, 400 കൊടുക്കും, എന്നിട്ട് എമിഷൻ സ്പെക്ട്ര കാണും, അത് സേവ് ചെയ്യും. പിന്നെ 410 കൊടുക്കും, പിന്നെ എമിഷൻ സ്പെക്ട്ര കാണും. അതായത് എമിഷൻ സ്പെക്ട്ര എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു വേവ് ലെങ്ത് റേഞ്ച് കൊടുക്കണം. 400 എക്സൈറ്റേഷൻ സ്പെക്ട്ര എങ്കിൽ 400 കഴിഞ്ഞിട്ടുള്ള വേവ് ലെങ്തിലെ എമിഷൻ സ്പെക്ട്ര വരത്തുള്ളൂ. അതെന്തുകൊണ്ടാണ്? എക്സൈറ്റേഷൻ സ്പെക്ട്രം എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ഹെൽപ്പ് ദ മോളിക്യൂൾ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ഗോ ടു ദ അപ്പർ സ്റ്റേറ്റ്. പിന്നെ എമിഷൻ വരുമ്പോൾ എന്തായാലും എനർജി അതിനെക്കാട്ടും കുറവായിരിക്കുമല്ലോ, കാരണം ബാക്കിയുള്ള റിലാക്സേഷനകത്തെല്ലാം എനർജി ഇച്ചിരി പോകും. അപ്പം എന്താണെങ്കിലും എക്സൈറ്റേഷൻ എനർജിയെക്കാട്ടിലും കുറവായിരിക്കും എമിഷൻ എനർജി. എനർജി കുറവെന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കൂടുതലായിരിക്കും. സോ 400 നാനോമീറ്റർ എക്സൈറ്റേഷൻ വേവ് ലെങ്തിൽ കൊടുത്താൽ 400 കഴിഞ്ഞിട്ടുള്ളതിൽ എന്തായാലും എമിഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മളൊരു റേഞ്ച് കൊടുക്കും. അപ്പൊ 450 ഒക്കെ തൊട്ട് 750 വരെ ആ റേഞ്ചിലുള്ള എമിഷൻ സ്പെക്ട്രം അങ്ങ് കാണുവാണ്. അപ്പം ഈ എന്നിട്ട് പിന്നെ 410 കൊടുക്കും. അപ്പം പിന്നെ 460 തൊട്ട് വേണമെങ്കിൽ 750 വരെ അങ്ങനെ അങ്ങ് കാണും. അങ്ങനെ നമ്മൾ മാനുവലി വേണമെങ്കിൽ കൊടുത്ത് നമുക്ക് ചെയ്യാം. ഇതല്ലാതെ ഒരുമിച്ച് ചെയ്യാം. അതായത് ഓരോ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ ഇങ്ങനെ എക്സൈറ്റേഷൻ വേവിന്റെ ഒരു പെർട്ടിക്കുലർ ഫിക്സഡ് ഇന്റർവെല്ലിൽ മാറ്റി കൊണ്ടുവരും. അപ്പൊ എക്സൈറ്റേഷൻ ആ എക്സൈറ്റേഷൻ വേവ് ലെങ്തിലുള്ള എമിഷൻ സ്പെക്ട്രം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല എക്സൈറ്റേഷൻ വേവ് ലെങ്തിനുള്ള എമിഷൻ സ്പെക്ട്രമായി കാണുന്നു. ഒരുപാട് എമിഷൻ സ്പെക്ട്രം ഉണ്ട്. ഒരേ സാമ്പിളിന്റെ ഒന്ന് ആലോചിക്കണം. ഇതൊരു എമിഷൻ സ്പെക്ട്ര, ഇതൊരു എമിഷൻ സ്പെക്ട്ര, ഇതൊരു എമിഷൻ സ്പെക്ട്ര. എക്സൈറ്റേഷൻ വേവ് മാറുന്നതനുസരിച്ച് എമിഷൻ സ്പെക്ട്ര ചെറിയ വ്യത്യാസം, അതിന്റെ ഇന്റൻസിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട്. ചില പീക്ക് വരുന്നുണ്ട്, ചില പീക്ക് കാണാതെ പോകുന്നുണ്ട്. അങ്ങനെല്ലാം നടക്കുന്നുണ്ട്. ഇതിനെയാണ് ടോട്ടൽ ഫ്ലൂറസൻസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്.
അപ്പൊ ഇതിൻ്റെ അകത്ത് ശരിക്കും ഫിൽറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ സപ്പോസ് ഈ 500 നാനോമീറ്റർ വേവ് ലെങ്തിലുള്ള എക്സൈറ്റേഷൻ നടക്കുക, എന്നിട്ട് നമ്മൾ എമിഷൻ വേവ് ലെങ്ത് എമിഷൻ സ്പെക്ട്ര കണ്ടുപിടിക്കുന്നതിൻ്റെ അകത്തും ഒരു 40 തൊട്ട് 700 വരെയാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് 500 വരും. 500 എക്സൈറ്റ് ചെയ്യിച്ചാൽ 500 എമിഷൻ എന്തായാലും കിട്ടുമായിരിക്കും. പക്ഷെ അതൊരു ഭയങ്കര വലിയ ഹൈ ഇന്റൻസിറ്റി കേട്ടോ, നമ്മൾ കൊടുത്തു തന്നെ തിരിച്ചു കിട്ടുന്ന ആ ഒരു രീതിയാണ്. അത് നമ്മുടെ സ്പെക്ട്രോമീറ്ററിനെ കേടാക്കും. അതായത് നമ്മുടെ സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് തന്നെ അത് തിരിച്ചു തരും. അപ്പൊ ആ ഫിൽട്ടർ ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ദിസ് ഇസ് എ ടോട്ടൽ കോഴ്സ് ഇൻ സ്പെക്ട്രോമീറ്റർ.